പ്രാർത്ഥനായോഗങ്ങളിലെ പ്രസ്താവനകൾ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ കത്തോലിക്ക വൈദികനെതിരെയുള്ള നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുള്ള കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച് അലഹബാദ് ഹൈക്കോടതി. ഫാദർ വിനീത് വിൻസെന്റ് പെരേരയാണ് വിചാരണയ്ക്ക് വിധേയനാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. പ്രാർത്ഥനായോഗങ്ങളിൽ വൈദികൻ ക്രിസ്തുമതം ഏക സത്യമതം എന്ന് ആവർത്തിച്ചു പ്രസ്താവിച്ചുവെന്നും അത്തരം പ്രസ്താവനകൾ ഹിന്ദു സമൂഹത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുമാണ് എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന ഗുരുതര കുറ്റകൃത്യമാണ് വൈദികന് നേരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഏക സത്യമതം എന്ന ആരെങ്കിലും അവകാശപ്പെടുന്നത് തെറ്റാണെന്ന് ജസ്റ്റിസ് സൗരഭ് ശ്രീവാസ്തവയുടെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. മതവികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള മനഃപൂർവ്വവും ദ്രോഹപരവുമായ പ്രവൃത്തികളെ പരാമർശിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 295A പരിധിയിൽ ഈ കേസും വരുമെന്ന് കോടതി പറഞ്ഞു. പ്രാർത്ഥനായോഗങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയെന്ന ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ സെഷൻ 295A ഉൾപ്പെടുത്താമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. തന്നെ തെറ്റായി കേസിൽ കുടുക്കിയതാണെന്നും നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിൽ താൻ ഏർപ്പെട്ടിട്ടില്ലെന്ന് വൈദികൻ ആവർത്തിച്ചിട്ടും ഹൈക്കോടതി ഹർജി തള്ളുകയും ക്രിമിനൽ നടപടികൾ തുടരുവാൻ അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പള്ളി അധികൃതർ കാത്തലിക് കണക്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി.